വെൽക്കം ബാക്ക്. നമുക്ക് അടുത്ത് വീണ്ടും ബാക്കി ഫിഷസിനെ വാങ്ങിക്കാൻ പോവാണ്. ലെവലും ഉണ്ടല്ലോ അവിടെ. ശരി, പോയിട്ട് കാണാം. ഈ വളവ് കണ്ട നമ്മള് സുമതി വളവാണെന്ന് പറയും, പക്ഷേ സുമതി വളവല്ല, ഇത് വേറെ ഏതോ കാട്ടിലോട്ടുള്ള വളവാണ്. ഏത് വളവുണ്ടോ? അയ്യോ, അന്നിപ്പോ ഈ വണ്ടിക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളയ്ക്കുന്നതാണ്. ഇതുപോലത്തെ വളവുകളിൽ ഈ വണ്ടിയുടെ കൺട്രോൾ പോകാൻ നല്ല സാധ്യതയുള്ളതാണ്. ഈ വണ്ടി ഓടിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അത് ഒരു നാക്കാണ്. നമ്മള് കുറച്ച് റിച്ച് ആണ്, നമ്മൾ 4 വീലറിലാണ് പോണത്. അതെ അതെ അതെ. അങ്ങനെ നമ്മൾ പനിയറക്കുന്ന് എത്താറായി ഗൈസ്. ഇതാണ് നമ്മുടെ പനിയറക്കുന്ന് സന്ത. വ്യത്യസ്ത തരം അമ്മച്ചിമാർ വിവിധ തരം മീനുകളിൽ വെച്ച് പ്രത്യേകം ചാലിച്ചു വരുത്തിയ സൈഡ് ഇതാണ് നമ്മുടെ പ്രത്യേകത. അല്ല, ഇതാണ് നമ്മൾ നമ്മള് ഇന്ന് സയാമീസ് ആൽഗേറ്റർ 3 പേരെ കൂടെ എടുക്കണം. പിന്നെ നിയോൺ ടെട്രയാണ് എന്റെ വീട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടത്. അപ്പൊ നിയോൺ ടെട്ര കൂടെ എടുക്കാനാണ് നമ്മളിപ്പോ വന്നത്. പിന്നെ പ്ലാന്റ് ഏതെങ്കിലും വേറെ കൊള്ളാന്നുള്ളതുണ്ടെങ്കിൽ നോക്കണം. ഇതിൽ നമുക്ക് ഇന്നൊരു റെഡ് കളർ പ്ലാന്റ് കൂടെ എടുക്കണം. പക്ഷെ അത് എങ്ങനെ നമുക്ക് നമ്മുടെ ടാങ്കിൽ ഇടാൻ പറ്റുന്നതാണോ നോക്കിയിട്ട് വേണം എടുക്കാൻ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു റെഡ് പ്ലാന്റ് ടാങ്കിൽ വേണമെന്നൊരു ഇത് പറയുന്നു. അപ്പം നോക്കാം, ഏത് ലുബികയുടെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതെടുക്കാം. ചെടിയെ പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അഭിത്തിനെയാണ് നമ്മൾ CO2 ആവശ്യമില്ലാത്ത ആരെങ്കിലും ഉണ്ടോന്ന് നോക്കാം. അങ്ങനെ ആവശ്യമില്ലാത്ത എല്ലാവർക്കും ആവശ്യമുണ്ട്. ഇതിലും നമുക്ക് CO2 എക്സ്ട്രാ ആഡ് ചെയ്യാണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഇതിൽ ചുവപ്പ് അങ്ങനെയൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. കിട്ടണത് കൊണ്ട് പോവാം. അല്ലെങ്കിൽ ചുവപ്പ് പെയിന്റ് എങ്കിലും അടിച്ചു വെക്കാറുണ്ട്. അത് ശരിയാണല്ലോ. വല്ലാത്ത ക്രിമേഡിയുള്ള സ്കൂബിയുടെ അല്ല, അതാണ് അസാസിൻ സ്നേക്ക്. കഴിഞ്ഞ വീഡിയോ ഒന്നും നീ കാണൂല. കാണും. ഹിപ്ലോ കാറ്റ്ഫിഷ്, ആൽബിനോ ഹിപ്ലോ കാറ്റ്ഫിഷ്. ഇതിന്റെ ബാക്കിലുള്ള ഓപ്ഷനാണ്. ഇവിടെയാണ് ഇവര് ഫുള്ള് കുറെ ഐറ്റംസ് ഉണ്ട്. എടാ ഈ ഷ്രിമ്പ് നോക്കടാ. അതായത് അടിപൊളി സാധനം. ബ്ലൂ നോക്ക്. അത് പാണ്ടയല്ല, പാണ്ട വേറെയാണ്. വേറെ ഏതോ മനുഷ്യന്മാരെയാണ്. ഇതൊക്കെ ആരാ? സിനി വേറൊരു സാധനം കാണിച്ചു. ഈ ടാങ്ക് ഇതിൽ കംപ്ലീറ്റ് ഏറെക്കുറെ ചെടികളെല്ലാം എനിക്ക് തോന്നുന്നു ലോ ലൈറ്റിൽ വളരുന്ന ചെടികളാണ്. ലോ ടു മോഡറേറ്റ് ലൈറ്റിൽ നമ്മളെ ടാങ്ക് സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഏകദേശ സെറ്റപ്പാണ്. അതായത് അങ്ങനെയല്ല, ഇതിൽ യൂസ് ചെയ്തേക്കുന്ന പ്ലാന്റ്സ് മാത്രം. ഇത് ഈ പ്ലാന്റ് ടാങ്കും നമ്മളെ ടാങ്കും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോയിൽ പറയാം. അത് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാം. ചേട്ടാ എവിടാ? നമ്മള് ഇൻവെർട്ടർ ചേട്ടാ എവിടാ? ചേട്ടാ നമുക്ക് കട തന്നിട്ട് പോയേ ചേട്ടാ. അറിയാ? ഹലോ, ചേട്ടാ വാ. അല്ല, ആ പ്ലാന്റ് നിന്റെ ഫിംഗർ പ്രിന്റ് ഒന്ന് ബയോമെട്രിക്. ചേട്ടാ പേടിക്കാൻ ഒന്നും ചെയ്യൂല. ഈ ഒരു പ്ലാന്റ് കണ്ട, ഈ സാധനമാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ എന്താ ഇവിടെ വേറൊരു സാധനം കണ്ട്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ട്. ഇതെന്താണ് സാധനം ചോദിക്കണം. ചോദിച്ചിട്ട് നമുക്ക് നമ്മളെ ടാങ്ക് നിൽക്കുമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഇവിടെ കുറെ ഫിഷസ് ഉണ്ട്. അല്ല, നീ അതിനകത്ത് പോവല്ലേ?
ഞാൻ പേടിപ്പിക്കും. ഇത് കംപ്ലീറ്റ് സിക്ലെറ്റ്സ് ആണ്. സിക്ലെറ്റ്സ് ആണ് ഈ ഒരു സെക്ഷൻ, മുകളിലത്തെ സെക്ഷൻ കംപ്ലീറ്റ്. ഇത് ചെയ്യണോളാ. എന്റെ ഒരു ഡ്രീം സാധനമായിരുന്നു ഈ സിക്ലെറ്റ് ടാങ്ക്. പിന്നെ ഇതിന്റെ ഫിൽട്രേഷനും ബാക്കി സാധനങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്. എന്റെ വീട്ടുകാർക്ക് വലിയ താല്പര്യമില്ല. സെറ്റാക്കാം. ജോലി ചെയ്യുക, പൈസ ഉണ്ടാക്കുക, ഫിഷ് ടാങ്ക് ഇടുക. ജോലി ചെയ്യുക, പൈസ ഉണ്ടാക്കുക, ഫിഷ് ടാങ്ക് ഇടുക. ഓ ഇരുപത്തൊന്ന് ഡയാമിസ് ആൽഗേറ്റർ ഇല്ല guys. നമുക്ക് അടുത്ത പ്രാവശ്യം എടുക്കാം. ഇനി നിയോൺ ടെട്ര നമ്മൾ 20 എടുക്കണുണ്ട്. അപ്പൊ ഇനി വേറെ ഫിഷ് ഒന്നും ആഡ് ചെയ്യൂല. സയാമിസ് ആൽഗേറ്റർ പിന്നെ ഈ നിയോൺ ടെട്രയെ മാത്രമേ കാണുള്ളൂ ടാങ്കിൽ. അപ്പം ഇതിപ്പോ 20 എടുക്കണുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട വാലിസ്നേറിയുടെ ഒരു പ്ലാന്റ് എടുത്തിട്ടുണ്ട്. അതല്ലേ ഇന്നത്തെ പരിപാടി. ഓക്കെ. അയ്യോ, ഓ ജസ്റ്റ് മിസ്. നമ്പറിങ് എത്തില്ല. നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാണ്. നമുക്ക് ഇനി പോയിട്ട് കുറെ പണിയുണ്ട്. നമുക്ക് ഫിഷിനെ ആഡ് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടിയാണ്. ഇന്ന് ഉത്രാടമാണ്, അതിന്റെ തിരക്കും കൂടെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം പറയാം. നിങ്ങൾ ഈ വീഡിയോ ഫോർമാറ്റ് ഇത്തിരി വ്യത്യാസമുണ്ട്. നമ്മൾ ആയിട്ട് എടുത്തത്. എനിക്ക് ഇങ്ങനെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് കേസ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാനൊരു ഹാഫ് ഇൻട്രോവേർട്ടാണ്. പിന്നെ കുറച്ച് സോഷ്യൽ ആൻസൈറ്റി ഉണ്ട്. അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്ലോഗ് തുടങ്ങിയത് തന്നെ. പിന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മൾ ആർച്ചറൊക്കെ വീഡിയോസ് വന്നു തുടങ്ങി. ഞാൻ ഒരു ആർച്ചറാണ്, കുറച്ചൊക്കെ അറിയായിരിക്കും. അപ്പൊ അത് ഡെയിലി ലോഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇതാണ് ഇപ്പോഴത്തെ ടാങ്കിന്റെ അവസ്ഥ. ഇതിലിപ്പോ ആൽഗെ ഗ്രോത്ത് നേരത്തേനേക്കാളും കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് ഇപ്പോഴും ഹെയർ ആൽഗെ ഇച്ചിരി ഡോമിനന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഹെയർ ആൽഗെ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സയാമിസ് ആൽഗേറ്റർ ഇനിയും കിട്ടണം. നമ്മൾ 6 എടുക്കാൻ പോയി 3 കിട്ടിയുള്ളൂ. ഇന്ന് നമ്മൾ വീണ്ടും എടുക്കാൻ പോയിട്ടും സാധനം കിട്ടിയില്ല. പെട്ടെന്ന് തീർന്നു പോവുകയാണ് ഈ സാധനം. പിന്നെ ഇതിനകത്ത് ഒരു ബ്ലാഡർ സ്നെയിൽ ഉണ്ട്. ഇത് ഒരാളെ ഇതിനകത്തുള്ളൂ. ഇത് ബ്ലാഡർ സ്നെയിലാണ് നിങ്ങൾ ഈ കാണുന്നത്. അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടാണ് ഈ സാധനം വളരുന്നത് കേട്ടോ. പിന്നെ ഇതിൽ പറയാനുള്ളത് നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന നിയോൺ ടെട്രാളെ കുറിച്ചാണ്. നിയോൺ ടെട്രാൾ എന്ന് പറയുമ്പം ഈ സ്കൂളിംഗ് ഫിഷസ് അല്ലെങ്കിൽ ഷൗളിംഗ് ഫിഷസ് എന്ന് പറയും. അതിങ്ങനെ ഗ്രൂപ്പായിട്ട് സഞ്ചരിക്കുന്ന മീനുകളെയാണ് പറയുന്നത്. ആ ഗ്രൂപ്പിൽ പെടുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ഇതിങ്ങനെ കൂട്ടായിട്ട് സഞ്ചരിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ആക്യുറേറ്റ്ലി ഒരു ഇൻട്രോഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു എമൗണ്ട് ആയിട്ട്, അതായത് ഒരു 5 10 മിനിമം ഒരു 6 എങ്കിലും വേണം. എങ്കിലേ അവർക്ക് ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. അവരിപ്പോഴും ഗ്രൂപ്പായിട്ട് സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന മീനുകളാണ്. അതുപോലെ തന്നെയാണ് ഈ സയാമിസ് ആൽഗേറ്റേഴ്സ്. ഇവരും സ്കൂളിംഗ് ഫിഷസ് ആണ്. ഇവരെ നിങ്ങൾ ഒരു 5 6 പേര്, മിനിമം ഒരു 5 എണ്ണമെങ്കിലും ആയിട്ട് വേണം ടാങ്കിൽ ഇടാൻ. 1 2 പേരെ ഇട്ട് കഴിഞ്ഞാൽ സ്ട്രെസ്ഡ് ആവും. ഇപ്പൊ ഇതിലെ അവസ്ഥ അതാണ്. നമുക്കിനി നിർവാഹം ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇട്ടേക്കാൻ ഉടനെ അവരെ ആഡ് ചെയ്യും. പിന്നെ ഇതൊക്കെയുള്ളൂ അപ്ഡേറ്റ്. പിന്നെ ഇനി വാലിസ്നേറിയ നമുക്ക് ബാക്കിൽ നടണം കേസ്. അത് ഞാനിപ്പോ നടാം. ഇവിടെ നമുക്ക് ഓൾറെഡി വേറൊരു വാലിസ്നേറിയ ഉണ്ട്. ചേച്ചി കൂടെ എന്തുവാണ് ഇതിന്റെ ലീഫ് കണ്ട. ഇതിന്റെ ലീഫ് ഭയങ്കര നൈസാണ് കേസ്. പക്ഷെ ആ വാലിസ്നേറിയ അങ്ങനെയല്ല, അത്യാവശ്യം വലിയ ലീഫ് ഉള്ളതാണ്. അത് നമ്മൾ ഇതിനകത്ത് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് പൊടിച്ചു വന്നതാണ് മുമ്പ് ഉണ്ടായിരുന്നത്. നമ്മളെല്ലാം കൂടെ കളക്ട് ചെയ്ത് അവിടെ വെച്ചൊക്കെയാണ്. അത് നമുക്ക് വേണ്ട കേസ്. എന്നാൽ നമുക്ക് മാറ്റിയിട്ട് ഇതിനെ വയ്ക്കാം. എനിക്കെന്തോ ഇത് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാനത് നട്ടിട്ട് വരാം. ഇതിപ്പോ നമ്മളെ വാലിസ്നേറിയൊക്കെ പ്ലാൻ ചെയ്തു. ഇത് ഇവിടെ ഇവിടെ ബാക്കിലുണ്ട്. പിന്നെ ബാക്കി ഇതിന്റെ ബാക്കിലായിട്ടാണ് കംപ്ലീറ്റ്. പിന്നെ ഇത് ഈ റോക്കിന്റെ ഇടയിലായിട്ട് നട്ടിട്ടുണ്ട്. കാണാൻ പറ്റുമെന്ന്. ഓക്കെ, ഇതാണ് പരിപാടി. ഇനി അവരൊക്കെ വളർന്ന് വലുതാവണം ഗൈസ്. ഇതിപ്പോ ഇവിടെ നിന്ന് നോക്കുമ്പോഴും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഒരെണ്ണം വരുന്നത്. അത് ഈ സൈഡിൽ വളർന്നു വരും. ഈ വാണിംഗ് എന്ന സ്റ്റിക്കറിന്റെ മുകളിൽ ആ വൈറ്റ് ലൈനാണ് ഇതിന്റെ വാട്ടർ ലെവൽ. അപ്പം 2 മാസം കൊണ്ട് ഇത്രയും വെള്ളം കുറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ വെള്ളവും കൂടെ ആഡ് ചെയ്യണം. ഇതിൽ വാട്ടർ ലെവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ വെള്ളം മാറ്റാത്തത് കൊണ്ട് ഇതിൽ വെള്ളം കുറയുന്നതനുസരിച്ച് ഇതിൽ ന്യൂട്രിയൻസ് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആവും. ഇത് നിങ്ങൾക്ക് പിന്നെ ഒരു സാധനം കാണിച്ചത് ഗ്രീൻ സ്പോട്ട് ആൽഗെ എന്ന് പറഞ്ഞ് ഒരു ആൽഗെ കവേർഡ് ആയിരുന്നു ഈ ലീഫ് അല്ല. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലീഫിൽ നിന്ന് ആൽഗെ കുറേശ്ശെ ഡിസപ്പിയർ ആവണുണ്ട്. ആക്ച്വലി ഡിസപ്പിയർ ആവുന്നതല്ല, ഇതിനകത്തുള്ള ഫ്ലാറ്റ് ഹാംസോൺ സ്നെയിൽ എന്ന് പറയുന്ന സ്നെയിൽ കഴിക്കുന്നതാണ്. അവർ ഗ്രൂപ്പായിട്ട് ഈ സാധനം കഴിച്ചൊതുക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഇതിനകത്ത് തന്നെ പരിഹരിക്കാൻ പറ്റും. പിന്നെ വാട്ടർ ലെവലൊക്കെ പഴയതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി
കുറച്ച് കാലം കഴിഞ്ഞ് കാണാൻ ഗൈസ്. പിന്നെ സ്റ്റോം ഡേയെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞിരുന്നു. അത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം. എനിക്ക് അതിൽ ഒരുപാട് വീഡിയോസ് ഒന്നുമില്ല, കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ആ ഫോട്ടോസ് വെച്ച് സെറ്റ് ചെയ്യാം. അപ്പം ശരി ഗൈസ്, ബൈ. Subscribe for more content.